തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണല്ലോ. നമുക്ക് ചോദിച്ചറിയാം, കോങ്ങാടിന്റെ ശബ്ദം ആരാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം ആരായിരിക്കും MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുക എന്നാണ് തോന്നുന്നത്? ഇവിടെ സാധ്യത കാണുന്നത് നമ്മുടെ ശാന്തകുമാരി അവർക്കാണ് സാധ്യത കാണുന്നത്. കാരണം മുൻപുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ സ്കൂളായാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു ഇതിൽ. പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് വർഗീയതയ്ക്കും മറ്റ് നമ്മുടെ മതസൗഹാർദ്ദത്തിനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന വർഗീയത ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാറ്റുള്ളൊരു ചിഹ്നം സാധാരണ കോണിയും ഇതൊക്കെ ഉണ്ടാവില്ല. ഇപ്രാവശ്യം കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുകയാണ്. അവിടെ ഒരു സാധ്യത കാണുന്നുണ്ട് കോൺഗ്രസ് ജയിക്കാനുള്ള. MLA കെ ശാന്തകുമാരി ജയിക്കണം. ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? കാരണം ഒരുപാട് മാറ്റം വന്നില്ല. നമ്മുടെ കോങ്ങാട് തന്നെ നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കോങ്ങാട് മണ്ഡലത്തിൽ നോക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോഴും ഒരുപാട് മാറ്റം വന്നതും LDF സർക്കാർ വന്നുകൊണ്ട് അവിടെ LDF ഭരണത്തിൽ വരണമാണ്. തുടർ ഭരണം ചേട്ടൻ ആഗ്രഹിക്കും? 10 കൊല്ലം നല്ല രീതിയിൽ പഠിച്ചു. അത് തന്നെയല്ലേ നല്ലത്, വേറെ വരുന്ന എന്തിനാ? ഇപ്പൊ വിദ്യാർത്ഥി പക്ഷത്തിന് വേണ്ട വികസനങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണോ? ഉണ്ട്. നല്ല രീതിക്കുണ്ട്. ബുക്കുകളായാലും നമുക്ക് ഫസ്റ്റ് ഒന്നും നേരമൊന്നും ബുക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പൊ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. എല്ലാ പരിപാടിയും കൊണ്ട് ഗവൺമെന്റ് സ്കൂൾ അടിപൊളിയാണ്. നിലവിലുള്ള MLA ആകുന്നതാണ് കണക്കൂട്ടല്. നല്ലൊരു വികസന പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണോ? വികസനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഉറപ്പിച്ചല്ലോ. ഇല്ലെങ്കിൽ വേറെ ഏത് പാർട്ടി ഉള്ളത് ഇവിടെ? കോൺഗ്രസ് ആണെങ്കിൽ ഇല്ല, BJP പിന്നെ വരൂല്ല. പിന്നെ ഇപ്പൊ ഇവര് തന്നെയല്ലേ വരുള്ളൂ. അതെ, തുടർഭരണം തന്നെ. ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഇവിടെ പട്ടിണിയാർന്ന് ചാവും എല്ലാവരും. തുടർഭരണം വന്നിട്ടില്ലെങ്കിൽ ഇവിടെ പട്ടിണിയാർന്ന് ചാവും. അത്ര ശാന്തകുമാരി, അഡ്വക്കേറ്റ് ശാന്തകുമാരി വൻ വിജയത്തോടെ ജയിക്കും. അത് തർക്കമില്ല. വേറെ ഒന്നും പറയാനില്ല. നമ്മൾ സാധാരണക്കാരൻ്റെ വിളി കേൾക്കുന്നത് ശാന്തകുമാരിയാണ്. അത് എല്ലാവർക്കും അറിയാലോ. ഇത് കോങ്ങാട് ആര് വന്ന് ചോദിച്ചാലും അറിയുന്ന ഒരു ആളാണ്. അതുകൊണ്ട് നമുക്കിവിടെ കോങ്ങാട്ടുകാർക്ക് ആരും സംശയമില്ല. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. അത് തർക്കമില്ലാത്ത ഇതാണ്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവുമോ? ഇഷ്ടം പോലെ. ഇനി വേറെ ആരില്ല ഭരിക്കാൻ. ഒക്കെ തമ്മിൽ അടി പിടിയല്ലേ. നമുക്ക് വലിയ അതൊന്നുമില്ലല്ലോ. 100% LDF വരും. എത്ര ഉള്ളൂ? ഞങ്ങളെല്ലാവരും തീരുമാനം അതാണ്. അവിടെ നല്ല മടിയും കുത്തും മാത്രമേ ഉള്ളൂ. ഇവിടെ അതല്ലല്ലോ. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരല്ലേ, പെൻഷൻ കൊടുക്കുന്നില്ലേ. ഇനി എന്താ വേണ്ടിയത്? ഇതപ്പം 4,000 രൂപയുടെ ഓരോ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് 4,000 എന്റെ വീട്ടിൽ തന്നെ 12,000 കിട്ടിയിട്ട് ഇതിന് മീത് എന്താ വേണ്ടി? ഇനിയിപ്പോ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭരണത്തിൽ നമ്മൾ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അപ്പോ ചേട്ടന്റെ ഒരു മെറിറ്റ് ബേസിസിൽ അഡ്വക്കേറ്റ് ശാന്തകുമാരിയുടെ പെർഫോമൻസ് തൃപ്തികരമാണെന്നാണ് ചേട്ടൻ തോന്നുന്നത്? അതെ, നിലവിലുള്ള MLA തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് എന്റെ ഒരു വിശ്വാസം. വികസനത്തിന്റെ ഒരു മെറിറ്റ് ബേസ് നോക്കുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ് തോന്നുന്നത്? നല്ലൊരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടോ MLA? വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഇത്. അത്യാവശ്യ വികസനമൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തില് ഇനിയൊരു തുടർഭരണം ഉണ്ടാവുമെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? കുറഞ്ഞത് ഒരു 40,000 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് ശാന്തകുമാരി കോങ്ങാട് വിജയിച്ചിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ശാന്തകുമാരി ജയിക്കന്നെ. അപ്പൊ മെറിറ്റിന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിലും ശാന്തകുമാരി തന്നെ വിജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും. ഇന്നൊരു കോങ്ങാട് നിയോജക മണ്ഡലം പറഞ്ഞാൽ അതൊരു ചുവന്ന മണ്ണാണ്. അവർക്കുള്ളത് തന്നെ അത്. അപ്പോ കേരളത്തിലൊരു തുടർഭരണം വരുമെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തുടർഭരണം തന്നെ. പിണറായി വിജയൻ നല്ല ഭരണം കാഴ്ചവെക്കുന്ന നല്ല ഭരണം തന്നെ. അദ്ദേഹം ഒരുപാട് ക്ഷേമ പെൻഷനും എല്ലാ കാര്യങ്ങളും നല്ല ചെയ്യുന്നുണ്ട്. കുറച്ച് തുടർഭരണം തന്നെ ഉണ്ടാവും കേരളത്തിൽ. അപ്പോ ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലയളവില് അവര് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കോങ്ങാട്ടെ ജനങ്ങൾക്ക് പറയാൻ ഇനി മറ്റൊരു പേരില്ല. കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഈ മണ്ണ് ചുവന്നതാണ്, രക്തത്തേക്കാൾ ചുവന്നത്. അതിനിയും ചുവന്നു തന്നെ നിലനിൽക്കും. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയെ വിജയിപ്പിക്കുക.